മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപദേ അഖിലം മധുരം മധുരാധിപദേ അഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപദേ അഖിലം മധുരം മധുരാധിപദേ അഖിലം മധുരം മധുരാധിപദേ അഖിലം മധുരം. ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഹരിനാമ കീർത്തനത്തിലെ 7ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണ് പറയുന്നത്. ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തേന നിത്യഗതി തൊൽ ഭക്തിവർദ്ധനം ഉദിക്കേണം എൻ മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഇവിടെ മായാമറ നീങ്ങാത്തിടത്തോളം കാലം മാതൃഗർഭത്തിൽ കുറച്ചുനാൾ ജനിച്ചിട്ട് കുറച്ചുനാൾ കഴിഞ്ഞ് ഭൂമിയിലെ വെള്ളത്തിലെ കുമിള പോലെ ചത്തും പിറന്നും സംസാരഗതി തുടരണം. മരിക്കുന്നത് വരെ മോക്ഷം ലഭിക്കുന്നതേയില്ല. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങയിൽ സദാ ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കണമേ, അങ്ങയെ എപ്പോഴും സദാ പ്രണമിക്കാൻ എനിക്ക് കഴിയുമാറാകണമേ, അതിനങ്ങനെ അനുഗ്രഹിക്കണമേ. അല്ലയോ ഹരിനാരായണ, അങ്ങയ്ക്ക് നമസ്കാരം. ഇവിടെ ഗർഭദുഃഖം, ജനന ദുഃഖം, മരണദുഃഖം എന്നീ 3 കാര്യങ്ങളെ കുറിച്ചാണ് ആചാര്യൻ നമ്മെ ബോധിപ്പിക്കുന്നത്. ഗർഭദുഃഖം എന്ന് പറയുന്നത് മഹാകഷ്ടമായ ഒരവസ്ഥയാണ്. ഓരോ കുഞ്ഞും അമ്മയുടെ മാതൃഗർഭത്തിൽ ജനിക്കുമ്പോൾ ജനിച്ച് 5 മാസം കഴിയുമ്പോൾ അവരുടെ അവയവങ്ങളെല്ലാം ഉണ്ടാവുകയാണ്. അപ്പോൾ ബോധരൂപവും അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ആത്മാവ് പല കാര്യങ്ങളും അതിന് ഓർമ്മ വരും. അതായത് പല പല ജന്മങ്ങളിൽ പല പല അമ്മമാരുടെ ഗർഭത്തിൽ ജനിച്ച് വന്ന് ഭൂമിയിൽ വന്നിട്ട് അവിടെ ചെയ്ത കാര്യങ്ങളും കുടുംബത്തിനും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും കുടുംബത്തിന് വേണ്ടിയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ആത്മാവ് തിരിച്ചറിയാൻ തുടങ്ങും. ആ സമയത്ത് ഈ ആത്മാവ് ഭഗവാനോട് അമ്മയുടെ ഗർഭത്തിൽ ഇരുന്ന് പറയും, ഭഗവാനെ, ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ദോഷത്തരങ്ങളും ചെയ്യില്ല, ഒരു പാപകർമ്മങ്ങളും ചെയ്യില്ല. എന്നെ ഈ ദുസ്സഹമായ അമ്മയുടെ മാതൃഗർഭത്തിൽ നിന്ന് എന്നെ പുറത്ത് പിടിക്കണേ എന്ന് പറഞ്ഞ് ഈ ആത്മാവ് ഭഗവാനോട് യാചിക്കും. പക്ഷേ പുറത്ത് വന്നാലോ, പുറത്ത് വരുമ്പോൾ നമ്മുടെ അമ്മയുടെ പ്രപഞ്ചം, മായാപ്രപഞ്ചം, മായാപ്രകൃതി കൊണ്ട്, മായാലീല കൊണ്ട് എന്തെല്ലാം നമ്മൾ മറന്നു പോകും. നമ്മൾ ഈ 3 ഗുണങ്ങളോടെയാണ് പുറത്തിറങ്ങുന്നത്. ഈ 3 ഗുണങ്ങളും സത്വ രജോ തമോ ഗുണങ്ങളാലാണ് നമ്മളെ നമുക്ക് സൃഷ്ടി തന്നു വിടുന്നത്. അത് ഭൂമിയിലുമുണ്ട്. അത് പ്രപഞ്ചമായയുടെ ഗുണങ്ങളാണ്. ഇതിൽ വഴിപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കർമ്മമാണോ മോശകർമ്മമാണോ, അല്ലെങ്കിൽ നമ്മളുടെ മോഹം കാരണം, നമ്മുടെ അത്യാഗ്രഹം കാരണം ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പല കർമ്മങ്ങളും ചെയ്യും, പക്ഷേ നമുക്ക് അത് മനസ്സിലാകില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാണോ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ടി വരും? വീണ്ടും വീണ്ടും
ജനനം എടുക്കേണ്ടി വരും. ജനിക്കണം, മരിക്കണം, പിറക്കണം, ജനിക്കണം, മരിക്കണം. അതിലാണ് അവിടെ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ജനിച്ചിട്ട് വീണ്ടും പിറക്കുന്ന വളരെ കഷ്ടമായ അവസ്ഥയെക്കുറിച്ച് ശങ്കരാചാര്യരുടെ ഇതിലുണ്ടല്ലോ, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡരേ ശയനം. അതായത് നമ്മൾ വീണ്ടും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ച് അമ്മയുടെ മാതൃഗർഭത്തിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇവിടെ ഈ ജനനത്തിന് മരണത്തിനും വേണ്ടി പറയുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മളിവിടെ ചിന്തിക്കേണ്ടത് കർമ്മമാണ്. കർമ്മമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജീവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനിച്ചിട്ട് ഭഗവാനിൽ മോക്ഷഗതി അടയുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടി ഉപാസിക്കാനും നമ്മുടെ ജന്മം സാധൂകരിക്കാൻ, നമ്മുടെ ജന്മസാഫല്യത്തിന് വേണ്ടി സാധൂകരിക്കാനുള്ള ചിട്ടവട്ടങ്ങളും സാധകങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. മായാപ്രകൃതിയിൽ വീണ് നമ്മുടെ മോഹങ്ങളും അത്യാഗ്രഹങ്ങളും കാരണം നമ്മൾ വീണ്ടും വീണ്ടും മോശമായ കർമ്മങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് എന്താണ് വേണ്ടതെന്ന് ആചാര്യൻ ഭഗവാനോട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ എനിക്ക് അങ്ങയോട് സദാ ഭക്തി ഉണ്ടാവണേ, സദാ നേരവും ഭക്തി ഉണ്ടാവണേ, സദാ പ്രണമിക്കാൻ എനിക്ക് എന്ത് വേണം? ഭാഗ്യം ഉണ്ടാവണം. അതിനെന്നെ അനുഗ്രഹിക്കുമാറാകണം. അതിന് വേണ്ടുന്ന മാർഗമാണ് നമ്മളെല്ലാവരും പറയുന്നത് ഭക്തി. ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രാപിക്കാനും ഭഗവാനോട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ചിത്തത്തിൽ ശുദ്ധി ഉണ്ടാകുന്നത്. ഈ നമ്മുടെ പ്രാർത്ഥനകളും നാമജപങ്ങളും കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാവുന്നു. ആ ശുദ്ധിയാകുമ്പോൾ നമ്മുടെ ചിത്തം തെളിയുമ്പോൾ നമ്മളിലെ ആത്മതത്വം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്താവും? ശുദ്ധ പ്രവൃത്തികളാൽ ശുദ്ധ കർമ്മങ്ങളാവും. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ ഭക്തി നമ്മളിൽ വളരാൻ വേണ്ടി ഉള്ള മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കാൻ. ഇവിടെ അവലംബിക്കാൻ വെച്ചാൽ നമ്മളെന്ന് നല്ല സത്സംഗങ്ങൾ കേൾക്കുക, സപ്താഹങ്ങൾക്ക് കൂടുക, നാമസങ്കീർത്തനം ജപിക്കുക. നമ്മൾക്കൊരു ചിട്ടയുണ്ടാവുക ജീവിതത്തിൽ. നാമം ജപിക്കുക, സ്ഥിരം നമ്മൾ നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ, ഭഗവാൻ ഉണ്ട്, സത്യങ്ങൾ കാണാൻ ഒരാളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ ബോധത്തിൽ എന്തുണ്ടാവും? ബുദ്ധിയിലും ബോധത്തിലും ഭഗവാന്റെ കടാക്ഷമുണ്ടാവും. അതിനാണ് ഇവിടെ ഭക്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭക്തിയിലൂടെ ഭഗവാനെ മനസ്സിലാക്കി ആ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധ കർമ്മങ്ങളായി, നിഷ്കാമ കർമ്മങ്ങളായി ഭഗവാനിൽ അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യജന്മത്തിന് മോക്ഷം ലഭിക്കുള്ളൂ. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിവിടെ പറയുന്നത് നമുക്ക് ഭക്തി വർദ്ധിക്കണമേ. ഭക്തി വർദ്ധിക്കാനുള്ള മാർഗം, നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ഭക്തി ഒരിക്കലും വർദ്ധിക്കില്ല. നമുക്ക് നമ്മുടേതായ സനാതന ഗ്രന്ഥങ്ങളുണ്ട്, പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക. നാരായണീയമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, പിന്നെ ഹരിനാമകീർത്തനമുണ്ട്, രാമായണമുണ്ട്. ഇതിൽ എന്തൊക്കെ നമ്മൾ വായിച്ചാലും അവിടെയൊക്കെ ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. നവവിധ ഭക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? ചിത്തശുദ്ധി ഉണ്ടാവും. ഈ നാമജപം കൊണ്ടുണ്ടാകുന്ന ചിത്തശുദ്ധിയാണ്. അത്രയും മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ബാക്കി ആ ചിത്തം തെളിയാൻ തുടങ്ങും. ആ ചിത്തത്തിൽ ബുദ്ധിയും ബോധവും തെളിയാൻ തുടങ്ങുമ്പോൾ ആ ഭഗവാൻ തന്നെ നമ്മെ എന്ത് ചെയ്യും? നയിക്കും. അങ്ങനെ മാത്രമേ ഒരാൾക്ക് ഈ ജീവിതമാകുന്ന സംസാരഗതിയിൽ നിന്ന് കയറിപ്പോകാൻ ഒരവസരമുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. നമുക്കിനി ഒരു ജന്മം വേണ്ട, നമ്മളെ മോക്ഷഗതിയിലേക്ക് ആക്കാനുള്ള വഴി കാട്ടിത്തരയണമേ ഭഗവാനേ, ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. നന്ദി, നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. ഗർഭസ്ഥനായി പുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽഭക്തി വർദ്ധനം ഉദിക്കേണ എൻ മനസ്സിൽ നിത്യം തൊഴായി വരിക
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.